Hello guys, welcome back to my YouTube channel and this is me Amelia. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞാൽ ഒരു ഡ്രോയിങ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാൻ കാണിക്കുമല്ല, ഞാൻ വരയ്ക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ വളവളാന്ന് വരയ്ക്കണ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അപ്പം ആയുധങ്ങൾ കാണിക്കാം. എന്നാൽ ഞാൻ ഓർഡർ ചെയ്ത് ഈ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതാണ് എൻ്റെ ഫസ്റ്റ് ആയുധം. പിന്നെ ഇതിൻ്റെ ഫേവറേറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ 48 കളേഴ്സുള്ള ഇത്രയും കളേഴ്സുള്ള മാർക്കർ പെൻസ് ആണ് കേട്ടോ. ഇത് ഇന്നലെ മേടിച്ച നല്ലതാണ്. പിന്നെ നോക്കാം, ഞാൻ മറ്റേ ആനിമൽ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമ്പോൾ ലേഡി ബഗ് ഇല്ല, അതുപോലെയൊക്കെയാണ് ആനിമൽ സ്റ്റിക്കേഴ്സാണ്. അപ്പം ഞാൻ ആ സ്കെച്ച് വെച്ചിട്ട് കുറേ പടം വരച്ചിട്ടാണ് ഞാൻ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ആനി ചേച്ചി വരച്ച പോലെ ഇങ്ങനത്തെ ഒരു പടം വരച്ച് അതിനെ തട്ടിക്കൂട്ടി വരച്ചാണ്. ഇതും തട്ടിക്കൂട്ടിയാണ് വരച്ചത്. നിങ്ങൾക്ക് ഇത് പൊട്ടയാണല്ലേ? അതെ, നിങ്ങൾ പൊട്ടയാണെങ്കിൽ കമൻറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ മറ്റേ ആനിമൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതും ആക്ച്വലി അത്രയും പെർഫെക്ഷൻ നിൽക്കുന്നില്ല. എൻ്റെ ആനി ചേച്ചി പോലെ കറക്റ്റായിട്ട് ഡ്രോയിങ് ചെയ്യുന്നില്ല, അങ്ങനത്തെ കാണാൻ. ചേച്ചി ഇത് കാണുവാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് പഠിപ്പിക്കുക. എന്നെ കോണ്ടാക്ട് ചെയ്യുക. എൻ്റെ ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നമ്പറാണ് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു അങ്കിളാണ് വരച്ച് മുഖം വലിയതായിട്ട് മുണ്ടൊക്കെ എടുത്ത്. പിന്നെ ഇത് നമ്മുടെ സ്കൂൾ ഐറ്റംസ് ആണ് കേട്ടോ. കളർ പെൻസിൽ, ബുക്കുണ്ട്, ഷാർപ്നറുണ്ട്, സ്കെയിലുണ്ട്, പൗച്ചുണ്ട്, എറേസറുണ്ട്, പെൻസിൽ, പെന്ന്. പിന്നെ വേണ്ട വീണ്ടും ഇത് വേറെ ഒരു അമ്മച്ചി പോലെ തന്നെ നെറ്റിയിൽ വലിയ റെഡ് പൊട്ടൊക്കെ വെച്ചിട്ട്. ഇത് ഇനി ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വരച്ചതാണ് അങ്ങനത്തെ പോലത്തെ ഒരു ആൻറ്റി പിന്നെയും കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഇവിടെയും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ ബാക്ക് പേജിൽ ആ സെയിം ഈ സ്കെച്ച് വെച്ചിട്ട് ഡ്രോയിങ് ചെയ്തുള്ള ആ പേജസൊക്കെ തന്നെയാണ്, ഓൾ പേജൊക്കെ ചെയ്തുള്ള ആ ബുക്ക് തന്നെയാണ്. ഞാൻ ബാക്കിലാണ് കേട്ടോ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിനി ഞാൻ അവിടെ പോയിട്ട് വരയ്ക്കണം. അത് ഇവിടെ മതിയോ? സാരമില്ല കേസ്, ഇവിടെ തന്നെ വരയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ ഒരു പെണ്ണ് തന്നെയാണ്. നമ്മൾ എന്നാൽ നോക്കാം കേസ്. ഞാൻ ഈ സ്കെച്ച് വെച്ചിട്ടാണ് എപ്പോഴും വരയ്ക്കുന്നത്. ഇതാണെങ്കിലേ നമുക്കിങ്ങനെ വെക്കാം. ഈ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ വെക്കാം. ഇത് ഞാൻ മടിയിലാണ്, ഇങ്ങനെ പോകത്തില്ല, മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇനി വെച്ചിട്ട് സാരില്ല, ഇതിങ്ങനെ എനിക്ക് കാണിക്കാം. ഇതാ കാണുന്നുണ്ടോ ഗൈസ്? ഇങ്ങനെ നിൽക്കും. എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, ശരി. എൻ്റെ മാർക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാപ്പ് ഇവിടെ റെഡിയാണ്. സ്റ്റിക്കേഴ്സ് ക്യാപ്പൊക്കെ എന്തും റെഡിയാക്കി വെക്കുന്നത് ഗൈസ്, എനിക്ക് പോലും അറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പെണ്ണിന് വരയ്ക്കാൻ ആദ്യം സ്റ്റാർട്ട്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പെണ്ണിന് സ്കിന്നിനില്ലേ, അത് നമുക്ക് മുടി വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ മുടി ഫ്രണ്ടിൽ നിൽക്കുന്ന, പിന്നെ മുഖം ഹാഫായിട്ട് കാണുന്ന അങ്ങനത്തെ ഒരു പെണ്ണിനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ ഒരു പെണ്ണാട്ടോ. അപ്പോൾ നമുക്കാദ്യം മുടിക്ക് ഏത് കളർ കൊടുക്കണം? നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ച് വെറൈറ്റി അമേരിക്കൻ ഗേൾ ആയിരിക്കട്ടെ. അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഇച്ചിരി മഞ്ഞയിൽ തുടങ്ങാം ഗൈസ്. മഞ്ഞ മുടി ആയിക്കോട്ടെ. ഞാൻ പെണ്ണിന് മുടി കൊള്ളാക്കുന്നൊന്നും എനിക്കറിയില്ല, എന്നാൽ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഞാനില്ലേ ഇങ്ങനെ ഞാൻ കിടന്നുകൊണ്ടാണ് എപ്പോഴും വരയ്ക്കണത്. എപ്പോഴും അല്ല, ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കണേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യം അതിൻ്റെ ഇങ്ങനത്തെ ഒരു മുടി സെറ്റാക്കാം. ആ ഒരു മുടി സെറ്റായ ഫേസ് മാത്രം പേടിച്ചാൽ മതി. ഓക്കെ ഗൈസ്, റെഡി. എൻ്റെ മുടിൻ്റെ ആ ഒരു ഷേപ്പ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ്ടേ മുടിയുടെ ഒരു ഷേപ്പ് ഇതാണ്ടേ. നമുക്ക് അകത്ത് ഇനി കളർ അടിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇത് എസ് പോലെയാണ് തോന്നുന്നത്. അപ്പം നമുക്ക് കളർ അടിക്കുമ്പോൾ ശരിയാണ് കേട്ടോ. അമേരിക്കൻ ഗേളായതുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ മുടിയിലൊക്കെ. ഞാൻ ആ പെണ്ണിൻ്റെ മുടി ഇന്ന് കുളമാക്കും.
നല്ല പച്ച കളറാണ് കേട്ടോ. അതുകൊണ്ട് നല്ല സൂപ്പർ പച്ച കളറൊക്കെയാണ്. പക്ഷെ ചിലപ്പോൾ കുളമാവും കേട്ടോ. മഞ്ഞയും പച്ചയും കൂടെ ഉള്ള ഒരു മുടി. ഈ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ഈസിയുമാണ് ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കുക ഈസി ആണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അറിയാൻ. ഞാൻ ഇങ്ങനെ വരഞ്ഞു കൊടുക്കും കേട്ടോ ആദ്യം. അപ്പോൾ ഔട്ട്ലൈൻ പോലെ അങ്ങ് നിൽക്കും. നമ്മുടെ ആനി ചേച്ചി അഷ്ട ചേച്ചിയൊക്കെ ചടമ്പീസിലുള്ള അവരൊക്കെ എന്ത് ഡ്രോയിങ്ങാണ്. ആനി ചേച്ചി ഡ്രോയിങ്ങൊക്കെ ഞാൻ എപ്പോഴും കാണും. മറ്റേ ഇപ്പം ഇട്ട ഷോർട്സ് ഞാൻ എപ്പോഴും കാണും ഗൈസ്. ആ ഡ്രോയിങ്ങിൻ്റെ അഭിൻ ചേട്ടനും ആനി ചേച്ചിയൊക്കെ എടുക്കുന്നത് അത് നല്ല ഡ്രോയിങ്സാണ്. മറ്റെന്താ പറയുക, ആനമിയ അതൊക്കെ സൂപ്പറാണ്. പിന്നെ ജങ്കുക്ക് വരച്ച്, എനിക്ക് ജങ്കുക്കിനെ ഇച്ചിരിയൊക്കെ എനിക്കിഷ്ടമല്ല, എന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇനി പച്ച വരച്ച് കഴിഞ്ഞു. നോക്ക് ഗൈസ്, ഞാൻ പച്ച ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴെ ഈ ഡാർക്ക് ഇങ്ങനത്തെ ഒരു പച്ച കൊടുക്കാം. ഇങ്ങനത്തെ നമുക്ക് ഒരു പച്ച കൊടുക്കാം ഗൈസ്. ഇത് 2 ലെയറാണ് കേട്ടോ. ആദ്യത്തെ ഇങ്ങനെ മറ്റേത് ഇങ്ങനെ ആദ്യത്തിങ്ങനെ അങ്ങനത്തെ ലെയറാണ് കേട്ടോ. നമുക്ക് താഴെ ഈ ഗ്രീൻ ഫുൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഭംഗി തോന്നിക്കും. ഗ്രീൻ അമേരിക്കൻ കുട്ടിയ, ഗ്രീൻ ഹെയർ ആയിട്ടുള്ള. ഇത് ഗ്രീൻ ഹെയർ അല്ല ആക്ച്വലി, ഇത് ചെറിയ ബ്ലൂ എഫക്റ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല ഞാൻ എന്താ വരയ്ക്കണേന്ന്. അത് ലാസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ സർപ്രൈസ് ആയിക്കോട്ടെ. ഒരു സർപ്രൈസ്. നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ പടം വരയ്ക്കണമെന്ന് അത് നമുക്ക് സർപ്രൈസ് ആയിക്കോട്ടെ. പെട്ടെന്ന് ഇത് നല്ല സ്കെച്ചുണ്ട്. പെട്ടെന്ന് കളർ ചെയ്ത് ചെയ്യുന്ന ആനി ചേച്ചിയുടെ സ്കെച്ച് പോലെ തന്നെ ഒരു സ്കെച്ചാണ്. പെട്ടെന്ന് കളർ ചെയ്ത് ചെയ്യണുണ്ട് കേട്ടോ. മുടി ഞാൻ വരച്ച് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി കുളമായിട്ടുണ്ട് ഗൈസ്. അടിപൊളി കുളമായിട്ടുണ്ട്. അടുത്ത് ഞാൻ കളർ കാണിക്കാം കേട്ടോ, ഏത് കളേഴ്സൊക്കെയാണ് ഞാൻ എടുക്കണേന്ന്. അടുത്തായിട്ട് ഞാൻ നമ്മുടെ ഈ സ്കിന്നിൻ്റെ കളർ എടുക്കാം കേട്ടോ. എൻ്റെ സ്കിന്നിൻ്റെ കളറാണ്. നമുക്ക് ഈ വെള്ളി നിബ് എടുക്കട്ടെ. എപ്പോഴും ഞാൻ വെള്ളി നിബാണ് യൂസ് ചെയ്യണേ. ഇങ്ങനെ മുഖം വരച്ചു. മുഖം കറക്റ്റായി. സാധാരണ മുഖം തട്ടിക്കൂട്ടി നിൽക്കണം. ഇത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. എപ്പോഴും മുഖം വരയ്ക്കാൻ ഞാൻ പാടുപെടുന്നു. ഇത് കറക്റ്റ്, നല്ല സന്തോഷമുണ്ടോ. പിന്നെ നമ്മൾ ഐബ്രോസ് ഞാൻ ഈ ചെറിയ നിബ് വെച്ചിട്ടാണ് കേട്ടോ വരയ്ക്കണം. ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഐബ്രോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് തന്നെ കണ്ണും വരയ്ക്കാം കേട്ടോ. കണ്ണ് വരച്ചിട്ട് നമുക്ക് ഐലൈനറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മേക്കപ്പ് ചെറുതായിട്ട് ഇട്ട് ഒരു പെണ്ണിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണൊക്കെ കറക്റ്റായി വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ഐലൈനർ നമുക്ക് പല പല കളറുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നമ്മുടെ ഇങ്ങനത്തെ ആ ബ്ലൂ ടൈപ്പ് കൊടുക്കാൻ പോവാണ്. ഇത് ഏത് ബ്ലൂ ആണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ബ്ലൂ കൊടുക്കാൻ പോവാണ് കേട്ടോ. ചെറിയ നിമ്പ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം. കണ്ണിൻ്റെ മേലെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് അപ്പുറത്തെ കണ്ണിലും കൂടെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. രണ്ട് കണ്ണിലും വരയെടുക്കുക. ഹാഫ് സുന്ദരിയൊക്കെ ആയിട്ടുണ്ട്. വളരെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് മൂക്ക് വരയ്ക്കണം. മൂക്ക് ഞാൻ തെറ്റിപ്പോകും വരയ്ക്കുകയാണെങ്കിൽ. ഇങ്ങനെ എല്ലൊക്കെ വരച്ച് നോക്കും. ഇങ്ങനെ നല്ല കോമഡിയാണ് ഗൈസ്. അത് മൂക്കൊന്ന് വരയ്ക്കണം. എന്നാലും മൂക്ക് വരയ്ക്കാൻ നല്ലതാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഏത് കളറിലെ ലിപ്സ്റ്റിക്ക് ഞാൻ കൊടുക്കേണ്ടതെന്ന്. ഞാൻ ഒരു ലൈറ്റ് പിങ്ക് എടുത്തിട്ടുണ്ട്. ഇതാണ്ടേ, അത് ഈ റെഡ് എടുക്കണം. ഞാനിപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഇച്ചിരി നേരം. ഇപ്പോൾ കമൻറ്റ് ചെയ്തോ, ഞാൻ നോക്കട്ടെ.
എന്തായാലും കൂടുതൽ പെണ്ണുങ്ങളൊക്കെ പിങ്കല്ലേ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഞാനും എൻ്റെ അമ്മയൊക്കെ പിങ്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പിങ്ക് എടുക്കാം കേട്ടോ. ചുണ്ട് വരയ്ക്കാണെങ്കിൽ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ചിരക്കണം വരയ്ക്കാം ഗൈസ്. അതുപോലത്തെ ഒരു അങ്കള വരച്ച് കാണിക്കാം. ഗൈസ് ഇനി ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ ഫുൾ ക്രാഫ്റ്റ് ഐഡിയാസ് ആണ്. കാരണം എനിക്കിപ്പോൾ ഡ്രോയിങ്ങിനൊക്കെ എന്തോ ഒരു അടുപ്പം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് കൂടുതൽ ചെയ്യാൻ. ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പം നല്ല ഭംഗിയുണ്ട്. ഞാൻ അകത്ത് നമ്മുടെ പീച്ച് കളറും കൂടെ അടിച്ച എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആണ് ഗൈസ്. എന്താണ് കണ്ടി നമ്മുടെ ആ പീച്ച് കളർ തന്നെയാണോ? കാരണം ആ പീച്ച് കളർ തന്നെ മുഖത്തിൻ്റെ ആ പീച്ച് കളർ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അത് എവിടെയും പറ്റാതെ ഫില്ല് ചെയ്യണതാണ് ടാസ്ക്. ഇത് ഫുൾ ഇങ്ങനെ ചെയ്താൽ കുളമാവുമെന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടാണ് ചെയ്യണത്. പേടിയാണ് ഗൈസ്. ഇത് ഫുൾ ഈ പീച്ച് കളർ അടിക്കുമ്പോൾ നല്ല ആവത്തില്ലേന്ന് ഓർത്തിട്ട്. നല്ലതായിട്ട് വരുന്നുണ്ട്. ഇവിടെ പ്ലെയിൻ സ്ഥലത്തോട് നല്ല പോലെ സ്പീഡിൽ അങ്ങനെ വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വരഞ്ഞ്, അതുകൊണ്ട് കുറച്ച് സ്ലോയിലോ ചെയ്യണേ. ആ ചുണ്ടൊക്കെ ഞാൻ ഓൾറെഡി വരഞ്ഞു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ വരയ്ക്കാൻ ഇങ്ങനെ കളർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ലതൊന്നുമില്ല, ഒരു തുള്ളി ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ ആ ടാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ അവിടെ നിന്നൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. ഇനി ഞാൻ മറ്റേ അണിച്ചേച്ചി വെച്ച പോലെ ട്രയാങ്കിളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഫില്ല് ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്യുവാണ് കേട്ടോ. അതൊരു മഴ പോലത്തെ അങ്ങനെ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. ഈ സൈഡ് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ചെറിയ സൈഡ് തന്നെയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഗ്രേ കളർ വെച്ചൊരു ക്ലൗഡ് വരയ്ക്കണ്ടോ. കാരണം എല്ലാം ബ്ലൂ ആയ ഒരു രസമില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലൂ എടുത്താലോ. ഈ ബ്ലൂ ഞാൻ കണ്ടില്ല ഗൈസ്. ഗ്രേഷ് ബ്ലൂ പോലെ നല്ല കളറാ. ബാക്കിൽ അടിച്ചു കേട്ടോ. ചെറുതുറങ്ങും കേട്ടോ. അതുകൊണ്ട് അവൾക്ക് നല്ല ചുമയുണ്ട്. അതാണ് ക്ലൗഡ്സ് വെച്ചു വരഞ്ഞു കൊടുക്കട്ടോ. ക്ലൗഡ്സ് വരഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രേ വെച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്, നിങ്ങളെ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്ലൗഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മറ്റേ ക്ലൗഡും കൂടെ നമുക്കൊരു പെട്ടെന്ന് ചെയ്യാം ഗൈസ്. ക്ലൗഡൊക്കെ ഞാൻ ഗ്രേ കളർ അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രേ അടിച്ച്. നമുക്ക് ലൈറ്റ് ഇങ്ങനത്തെ ബ്ലൂ വെച്ചിട്ട് ഒരു സാധനം ചെയ്യാം ഗൈസ്. വരച്ചു കൊടുക്കാം. ഞാൻ ഒറ്റ ലൈനാണ് കേട്ടോ വരക്കണം. ചെറുത് വരച്ച സമയം പോകും ഗൈസ്. ഞാൻ എപ്പോഴും 9:30 കിടക്കും. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വരച്ചിട്ടില്ല.
അത് കുഴപ്പമില്ല. ഞാൻ പറയുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന്. ഞാൻ വരച്ചാണെങ്കിൽ ഞാൻ തന്നെ പറയും ഇത് കുഴപ്പമില്ലെന്ന് കേട്ടോ, നല്ലതായിട്ടുണ്ട്, ഇത് കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നാണ് നോക്കേണ്ടത്. ഓക്കെ ഗൈസ്, ഞാനല്ലേ ഓക്കെ ഓൾമോസ്റ്റ് അല്ല കഴിഞ്ഞു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഡ്രോയിങ് ഇവിടെ പൂർത്തമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഫൈനൽ ടച്ച് കാണിക്കാം. റെഡി സ്റ്റഡി ഗെറ്റ്സ് ഇറ്റ് ഗോ. അപ്പോൾ എന്തോ തട്ടിക്കൊള്ളി, ഇത് എൻ്റെ പെണ്ണൊക്കെ കുളമായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലൂ ഹവേഴ്സാണ്, ക്ലൗഡ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ 2 കളേഴ്സാണ് മുടിക്ക് ചെയ്തത്. പിന്നെ ലിപ്സ്റ്റിക്ക്, ഗ്യാസ്, ഒരു സാരി ഇടാൻ മറന്നു, ബ്യൂട്ടി മാർക്ക്. പെണ്ണിൻ്റെ ബ്യൂട്ടി മാർക്ക് ഇവിടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പെണ്ണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. പിന്നാണ്ടേ, അപ്പോൾ ഇതാണ് എൻ്റെ പടം. നിങ്ങൾക്ക് ഇഷ്ടം ഒന്നുകൂടി കാണിക്കാം, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്ക് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെടും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പുറകിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കണം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പുറകിൽ. അപ്പോൾ ഇങ്ങനെ ആയിട്ട് നമുക്ക് ഇനി ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കാം. നമുക്കുള്ളത് കോഴിയാണ് കേട്ടോ, കോഴി. ഓക്കെ, അത് നമുക്ക് ഒട്ടിക്കാൻ 2 ഒരു പേജ് ഒട്ടിക്കും കേട്ടോ. ഒരു കോഴിയും ഉണ്ട്, പിന്നെ ഒരു പൂച്ചക്കുട്ടിയും ഉണ്ട്. ഞാൻ വെച്ച് നോക്കട്ടെ എവിടെ വെക്കുന്നത് ഭംഗിയെന്ന്. ഗൈസ്, ഇപ്പോൾ ഹെന്ന് മേളിലും പിന്നെ പൂച്ച താഴെയാണ്, അതാ ഭംഗി. അപ്പം ഞാൻ നമ്മുടെ പൂച്ചെടി ഇങ്ങനെയാണ് കേട്ടോ റിമൂവ് ചെയ്യണേ. ഓൺലൈന് വാങ്ങിയതായതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ റിമൂവ് ചെയ്യണ സ്റ്റിക്കേഴ്സ്. ഓൺലൈന് വേറെ കുറേ സ്റ്റിക്കേഴ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഓർഡർ ആവും, ഇന്നല്ല, നമ്മുടെ ഇനിയൊരു 8 ദിവസം കഴിഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ കാണിക്കാം. ഹെന്ന് നമുക്ക് ഇവിടെ കുറച്ച് മേളിലേക്കായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഇപ്പം അത് കാണുവാണെങ്കിൽ കുഴപ്പമില്ല, ചുമ്മാ ഇങ്ങനെ സ്റ്റിക്കർ ഒടിച്ചു. ഞാൻ ഇവിടെ ഒന്നും ചെയ്യില്ല കേട്ടോ, സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ. ഓരോ ചാത്തന്മാരെ പോലെ, സോറി ചാത്തല്ല, നമ്മുടെ മറ്റേ എന്താ പറയുക, ഒരു ഉടുപ്പ് പോലെ, ഉടുപ്പ് വരയ്ക്കാതെ ആ പെണ്ണിനെ വരച്ചിരിക്കുന്നത് എന്താണ് ഗൈസ്. ബൈ ബൈ.